ഹലോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറിയെ കുറിച്ചാണ്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് റീസെൻറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പാണ്. ഈ സ്റ്റഡീസ് അധികമൊന്നും എന്താ പറയുക, ദിസ് തിയറി സെർട്ടൻ ഡിഫറെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേയിലെ ലുക്കിംഗ് അറ്റ് ദി ലീഡർഷിപ്പിന് കാണുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഒരുപാട് മിനി സ്റ്റഡീസൊന്നും ഇതുമായി നടത്തിയിട്ടില്ല. കരിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം ലീഡേഴ്സ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ സം ലീഡേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ്. അതായത് സാധാരണ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ നന്നായി എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, ലീഡേഴ്സിനൊക്കെ സാധാരണ അവർക്ക് സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും, അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അവർ നന്നായി മറ്റുള്ളവർ മോട്ടിവേഷനായിരിക്കും, എനർജറ്റിക് ആയിരിക്കും, ചാമിങ് ആയിരിക്കും, എൻഗേജിങ് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, എമ്പത്തറ്റിക് ആണ്. ഇതൊക്കെയാണ് ഇങ്ങനെ സെർട്ടൻ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡിന് ചെറുതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. ഈ ക്വാളിറ്റീസ് കണ്ടിട്ട് ഫോളോവേഴ്സിന് അവരോട് ഒരു അട്രാക്ഷൻ തോന്നും. അതാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത. മാക്സ് വെബ്ലറാണ് ഈ ഐഡിയ കൊണ്ടുവന്നത്. കരിസ്മ എന്ന് പറയുന്നത് ക്വാളിറ്റി ദാറ്റ് പീപ്പിൾ പൊസസ്, ദാറ്റ് ഒരു മാഗ്നറ്റ് പോലെ. അതായത് മെനി ട്രൈറ്റ്സ് ശരിക്കും പറഞ്ഞാൽ, അതായത് ഒരുപാട് ഗുണങ്ങളുള്ളതായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. ആ ഗുണങ്ങളിൽ മറ്റുള്ളവർ കാണുമ്പോൾ, അതായത് പീപ്പിൾ ഹു ആർ വെരി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ വെരി കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാർക്കൊക്കെ സ്ട്രോങ് ആൻഡ് ഒരു അഫെക്ഷൻ തോന്നും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലീഡർ വന്നിട്ട് അയാൾക്ക് എൻവയോൺമെൻറ്റിന് ഫുൾ എനർജി കൊടുക്കാൻ പറ്റിയ പോസിറ്റിവിറ്റി റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ആ സച്ച് ടൈപ്പ് ഓഫ് ലീഡേഴ്സ് അവർ ശരിക്കും വല്ല ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ വളരെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അതായത് ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫേസ് ചെയ്യുമ്പോൾ അവരിന് സോൾവ് ചെയ്യാൻ സഹായിക്കുക. അങ്ങനെ കരിസ്മാറ്റിക് ലീഡേഴ്സ് മറ്റുള്ള ഇൻസ്പയർ ചെയ്യും, എൻകറേജ് ചെയ്യും, അതുപോലെ തന്നെ അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്താണ് ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സിന് ട്രസ്റ്റ് ഉണ്ടായിരിക്കും, ലീഡേഴ്സിൻ്റെ മുകളിൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഫോളോവേഴ്സിന് ഒരു അട്രാക്ഷൻ തോന്നും ലീഡേഴ്സിൻ്റെ മുകളിൽ, അതുകൊണ്ട് അവർ ഒബേ ചെയ്യും. ഫോളോവേഴ്സിന് ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റിയുടെ പ്രസൻസും സ്കില്ലോട് കൂടിയിട്ട് ആൾക്കാരെ ഈ ലീഡേഴ്സിനോട് അട്രാക്ഷൻ, ഇതിനാണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് കരിസ്മാറ്റിക് ലീഡർഷിപ്പും ഞാൻ വേറെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിനെ കുറിച്ച് നെക്സ്റ്റ് പറയുന്നുണ്ട്. ഡിഫറെൻ്റായിട്ട് ഇത്രയും പറയുന്നത്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അവർ കൂടുതൽ ഫോക്കസിന് അവരെ തന്നെയായിരിക്കും. ഓക്കെ, അവർ പോസിറ്റീവ് ഹൈലി ഇൻസ്പിറേഷനായിരിക്കും, എൻകറേജിങ് ആയിരിക്കും, ഫോളോവേഴ്സിനെ അവരെ വാക്കുകൾ കേൾക്കും, അവരെ മനസ്സിലാക്കും, പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും. ഓക്കെ, അവർ മോർ ഫോക്കസ് ചെയ്യും, അവർ ഭയങ്കര സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുക, അവരിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, അവരിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പിനെ കുറിച്ച്